ഭർത്താവിന്റെ ജനനേന്ദ്രിയം ഛേദിക്കാൻ ശ്രമിച്ചെന്ന പരാതി കള്ളക്കേസെന്ന് കാണിച്ച് ഭാര്യ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തലക്കുളത്തൂർ അന്നശ്ശേരി കോളിയോട്ട് താഴം സ്വദേശിനിയാണ് ഭർത്താവിനെതിരെ പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച 1:30 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. തലക്കുളത്തൂർ അന്നശ്ശേരി കോളിയോട്ട് താഴം സ്വദേശിനി നൽകിയ പരാതിയിലാണ് ഭർത്താവിനെതിരെ എലത്തൂർ പോലീസ് കേസെടുത്തത്. ഭക്ഷണമുണ്ടാക്കുന്നതിനിടയിൽ ഭർത്താവ് പുറകിലൂടെ കത്തിയുമായി കടന്നുവന്ന് കഴുത്തിന് മുറുകെ പിടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഭർത്താവിന്റെ കൈ തട്ടി മാറ്റുന്നതിനിടയിൽ യുവതിക്ക് കൈക്ക് പരിക്കേറ്റതായും തുടർന്ന് രക്ഷപ്പെട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിയ യുവതിയെ പിന്തുടർന്ന ഭർത്താവ് കൊലവിളി നടത്തിയതായും യുവതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബഹളം കേട്ട് ഓടിയെത്തിയ സമീപവാസികളെ കണ്ടയുടൻ ഭർത്താവ് ഈ സമയം സ്വന്തം വീട്ടിലെ മുറിയിൽ കതകടച്ചിരുന്നു. അരമണിക്കൂറിന് ശേഷം പുറത്തുവന്ന ഭർത്താവ് വിവരം അന്വേഷിക്കാനെത്തിയ സഹോദരന്റെ മകനെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. തുടർന്ന് മുറിയിൽ പോയി സ്വയം ജനനേന്ദ്രിയം മുറിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത്. വിവരമറിഞ്ഞ് എലത്തൂർ പോലീസും സ്ഥലത്തെത്തി. ഭർത്താവിനെ ബീച്ച് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും കൊണ്ടുപോയി. ഇതിനിടെ ഭാര്യയാണ് ജനനേന്ദ്രിയം മുറിച്ച് പരിക്കേൽപ്പിച്ചതെന്നും അവിടെ കൂടി നിന്നവരോടും പിന്നീട് പോലീസിനോടും പറഞ്ഞതായും യുവതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഏകദേശം 1:30 മണിക്ക് ഉച്ചക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഇയാൾ പിറകിൽ കൂടി വന്നിട്ട് എൻ്റെ കഴുത്തിന് കത്തി വെച്ച് നിന്നെ കൊല്ലുമെന്നും പറഞ്ഞ് ഒരു കൈകൊണ്ട് കഴുത്തിൽ ഇങ്ങനെ പിടിച്ച് മറ്റേ കൈകൊണ്ട് കത്തി വെച്ച് കഴുത്തിൽ ഇങ്ങനെ വെച്ച് ഞാൻ കുതറി മാറി കത്തിന് എൻ്റെ കൈമ കൊണ്ട് കൈ മുറിഞ്ഞു. ഞാൻ അടുത്ത വീട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. പിന്നാലെ ഇയാൾ ആ മതിൽ വരെ എന്നെ ഓടിച്ചു. ഞാൻ നിന്നെ കൊന്നിട്ടേ അടങ്ങുമെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ വീട്ടിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലും എൻ്റെ ബന്ധുക്കളെയൊക്കെ ഞാൻ വിളിച്ചു അറിയിച്ചു. പോലീസ് എത്തും മുമ്പേ ചോര കാണിച്ച് യുവതിയെ കേസിൽ കൊടുക്കുമെന്നും ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് യുവതിയുടെ പേരിൽ കേസുണ്ടെന്ന് അറിയുന്നത്. ഇത് സംബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയായിരുന്നു. കഴുത്തിനു നേരെ കത്തി കാണിച്ച് കൊല്ലാൻ ശ്രമിച്ചതിന് എലത്തൂർ പോലീസിലും പരാതി നൽകിയിരുന്നു. കത്തി കൊണ്ട് മുറിവേറ്റതിനാൽ വ്യാഴാഴ്ച ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയതായും യുവതി പറഞ്ഞു. 1 മാസം മുമ്പ് ഭർത്താവ് തന്നെയും മകളെയും മർദ്ദിച്ചതിനെ തുടർന്നുണ്ടായ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. ഭർത്താവിന്റെ പരസ്ത്രീ ബന്ധം അറിഞ്ഞതു മുതൽ കഴിഞ്ഞ 9 വർഷമായി ഭർത്താവിൽ നിന്നും പീഡനം അനുഭവിക്കുകയാണെന്നും വീട്ടമ്മ പറഞ്ഞു. തന്റെ നിരപരാധിത്വം തെളിയും വരെ പോരാടുമെന്നും ഇത് സംബന്ധിച്ച് പരാതി മുഖ്യമന്ത്രി, DGP, പ്രതിപക്ഷ നേതാവ്, വനിതാ കമ്മീഷൻ എന്നിവർക്ക് നൽകുമെന്നും യുവതി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.